ഹലോ ഫ്രണ്ട്സ്, പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അധ്യായം 258. അശ്വിനെ കാണാത്തതുകൊണ്ട് തന്നെ നീലിമ അതീവ ദുഃഖിതയായിരുന്നു. ഈ വീട്ടിൽ അവനില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാണുമെന്ന് നീലിമക്കുറപ്പാണ്. അവൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് തന്നെ നീലിമയ്ക്ക് തല ചുറ്റി കണ്ണിൽ ഇരുട്ട് മൂടിയിട്ട് അങ്ങ് വീഴാൻ പോകുന്നുണ്ടെങ്കിൽ പോലും നീലിമ പെട്ടെന്ന് ചുമരിൽ പിടിച്ചു നിന്നു. ഇതിനിടയിൽ ചിലർ അശ്വിനെ തിരയുന്നത് നിർത്തിയത് അവൾ ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും അത് ഗീതാമ്മയുടെ നിർദ്ദേശപ്രകാരമായിരിക്കുമെന്നും അവൾ ഊഹിച്ചു. ഗാർഡ്സിൽ ഒരുത്തൻ പറഞ്ഞു, ഇത് നിന്റെ മാത്രം തെറ്റാ. ഇവിടെ നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ആ ചെക്കനെ ഇവിടെ കാണാതെ വന്നപ്പോഴാണ് നിനക്ക് ബോധം വന്നത്. അങ്ങനെ ഗാർഡ്സിൽ ഒരാൾ നീലിമ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതും കേട്ടുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് നീലിമ അയാളെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി. കുഞ്ഞിനെ നോക്കേണ്ടിയിരുന്നത് അവനാണ്. കാരണം തൻ്റെ അവസ്ഥ ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ട് നീലിമ വൈകിട്ടല്ലേ വന്നത്. അതുവരെ കുഞ്ഞ് അവരോടൊപ്പമായിരുന്നില്ലേ. എന്നിട്ടും ഗാർഡ്സ് തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് നീലിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നീലിമയുടെ നോട്ടത്തിലെ തീവ്രതയിൽ അയാൾ മുഖം കുനിച്ചു. എൻ്റെ കുഞ്ഞ് അശ്വിൻ മോൻ, അവനിത് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൾ തല തല്ലി നിലവിളിച്ചു. അത് കണ്ട് സെർവന്റ് വേഗം അവൾക്കരികിൽ വന്നിരുന്നു. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ മേഡം, മോനെ നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് സെർവന്റ് നീലിമയെ സമാധാനപ്പെടുത്തി. നീലിമ ചോദിക്കുന്നത്, എങ്ങനെ ഞാൻ സമാധാനിക്കും ആൻറ്റി? എൻ്റെ മോൻ എൻ്റെ അടുത്തില്ലാതെ. എന്നാലും ദൈവമേ, ആരായിരിക്കും എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയത്? നീലിമ സഹിക്കാൻ കഴിയാതെ നിർത്താതെ അങ്ങനെ കരയുന്നത് കേട്ടുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ തിരികെ കിട്ടുമോ? നിങ്ങളെങ്ങനെ കരഞ്ഞിട്ട് വേറെ വല്ല ആപത്തും വരുത്തി വെക്കണ്ട. നിങ്ങളുടെ വയറ്റിൽ ഇപ്പോൾ മറ്റൊരു കുഞ്ഞും കൂടെ ഉള്ളതാണെന്നങ്ങനെ സെർവന്റ് അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും നീലിമ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് നീലിമ ഇങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. നീലിമ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്, ആൻറ്റി എങ്ങനെയെങ്കിലും എൻ്റെ മോനെ കണ്ടുപിടിച്ചു തരണം. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അവനെ അന്വേഷിക്കാനുള്ള ഒരു വഴിയെങ്കിലും പറഞ്ഞു തരുമോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ആ സെർവൻറ്റ് പറഞ്ഞത്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഗീതാ മാഡം അല്ലേ? അവരാണ് ഞങ്ങളിവിടെ ജോലിക്കാർക്ക് പോലും ശമ്പളമെല്ലാം തരുന്നത്. മാഡം പറയുന്നത് പോലെയാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ ഒന്ന് പുറത്തേക്ക് വിടാനുള്ള പെർമിഷൻ പോലും ഞങ്ങൾക്കില്ല എന്ന് സെർവൻറ്റ് പറയുന്ന സമയത്തിന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. സെർവൻറ്റ് പറയുന്നത്, വേറൊന്നുമല്ല, ഗീതാ മാഡത്തിനോട് ഇതൊന്ന് പറഞ്ഞു നോക്കാമായിരുന്നില്ലേ? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും നിങ്ങളെ സഹായിക്കും. അതൊക്കെ അവർ ചെയ്തു തരുമെന്ന് പറയുന്ന സമയത്തിന് നീലിമ പറഞ്ഞത്, താങ്ക്സ് ആൻറ്റി, അവരോട് ഞാൻ സംസാരിക്കാം. അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് നടക്കുന്ന സമയത്തിന് അവളിലെ അമ്മയിൽ സെർവൻറ്റിന് സഹതാപം തോന്നിയിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ സെർവൻറ്റ് നിസ്സഹായാണ്. റൂമിലെത്തിയ ഉടനെ തന്നെ നീലിമ നേരെ ഗീതാമ്മയെ വിളിച്ചു. തൻ്റെ മോൻ അശ്വിന് വേണ്ടിയിട്ട് ആരുടെ മുന്നിലും യാചിക്കാൻ നീലിമ തയ്യാറായിരുന്നു. നീലിമ ഗീതാമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, മാഡം ഇത് ഞാനാണ് നീലിമ എന്ന് പറയുന്ന സമയത്തിന് ഗീതാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ എന്ന് ചോദിക്കും. നീലിമ പറഞ്ഞിട്ട്, അത് പിന്നെ മാഡം, എൻ്റെ മോനെ കാണാനില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുതൽ ഞാൻ അവനെ തിരയാണ്. ഇവിടെ വീട്ടിലൊന്നും അവനില്ല. അവനെ കാണാനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കും. ഗീതാമ്മ ചോദിക്കുന്നത്, നിന്റെ മകൻ അവിടെയൊന്നുമില്ലേ? നിന്റെ മകൻ ഒരു ചെറിയ പയ്യനല്ലേ? അവൻ എവിടെ പോവാനാ? അവൻ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. നീ ആ വീട് മുഴുവൻ നന്നായിട്ട് നോക്കിയെന്ന് പറയും. അന്നേരം നീലിമ പറഞ്ഞിട്ട്, മാഡം പ്ലീസ്, ഞാൻ വീട്ടിൽ എല്ലായിടത്തും നോക്കിയതാ, പക്ഷേ ഇവിടെയൊന്നും കാണുന്നില്ല. ശരിക്കും എൻ്റെ കുഞ്ഞിനെ ആരോ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയതാണ്. എനിക്കൊരിക്കലും അവനില്ലാതെ കഴിയില്ല മാഡം. മാഡം പ്ലീസ് മാഡം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നിങ്ങനെ നീലിമ ചോദിക്കുന്ന സമയത്തിന് നീലിമയുടെ വാക്കുകൾ ഇടറി. ഗീതാമ്മ ഒന്നും അറിയാത്ത മട്ടിലിങ്ങനെ അഭിനയിച്ച് ചോദിക്കുന്നത്, നിന്റെ ചെറുക്കൻ എങ്ങോട്ടെങ്കിലും പോയെന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീലിമ ചോദിക്കുന്നത്, നിങ്ങളും ഒരു അമ്മയല്ലേ? മകനെ കാണാതായാലുള്ള ആവലാതി നിങ്ങൾക്കും അറിയില്ലേ? ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ ഗീതാമ്മ നിശബ്ദയായി. കുറച്ച് നിമിഷത്തിന് ശേഷം അശ്വിനെ അന്വേഷിക്കാമെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ അതിനുവേണ്ടി നീലിമയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും അനുവാദമില്ല. ഗീതാമ്മയുടെ ആൾക്കാർ തന്നെ അശ്വിനെ അന്വേഷിക്കുമെന്നായിരുന്നു അവർ പറഞ്ഞ നിബന്ധന. പക്ഷേ നീലിമയ്ക്ക് ഗീതാമ്മയോ അവരുടെ ആൾക്കാരെയോ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. പൂർണ്ണമായും താനിപ്പോൾ ഒരു ജയിലിലാണെന്ന് നീലിമയ്ക്ക് തോന്നി. അവൾക്കതിൽ വല്ലാത്ത ദേഷ്യം വന്നു. അവളുടെ കൺമുന്നിൽ കാണുന്നതെല്ലാം തന്നെ അവൾ നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. അതിനിടയിൽ സെർവന്റ് അവൾക്ക് കൊണ്ടുവന്നു കൊടുത്ത ഭക്ഷണം പോലും അവൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അന്നത്തെ ദിവസം മുഴുവനായിട്ട് നീലിമ ഭ്രാന്തയായി പെരുമാറി. എല്ലാവരോടും വഴക്കിട്ടു, ഉറക്കിക്കരഞ്ഞു. പിന്നീട് അങ്ങനെ രാത്രിയിൽ മാത്രമാണ് അവൾ കുറച്ചൊന്ന് ശാന്തമായത്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം നീലിമ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി. അവിടെയെല്ലാം ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ ചലനങ്ങളെല്ലാം തന്നെ വളരെയധികം സൂക്ഷ്മമായിരുന്നു. വീടിന്റെ പുറകിലുള്ള മതിൽ നിറയെ കുപ്പിച്ചില്ലുകൾ തറച്ചു വെച്ചിട്ടുണ്ട്. അതുവഴി നീങ്ങുന്ന സമയത്തിന് അവളുടെ ശരീരത്തിൽ മുറിവ് പറ്റി. പക്ഷേ അതൊന്നും അവൾ തെല്ലുപോലും ഗൗനിച്ചില്ല. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. പിന്നെ തിടുക്കത്തിൽ തന്നെ അശ്വിനെ അന്വേഷിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയത്തിന് അശ്വിനെ കാണാനില്ല എന്ന കാര്യം സിദ്ധാർത്ഥും അറിഞ്ഞിരുന്നു. പക്ഷേ ഏതു വഴിക്ക് അന്വേഷിച്ചു തുടങ്ങണമെന്ന കാര്യം സിദ്ധാർത്ഥിനും അറിയില്ലായിരുന്നു. സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ശക്തമായിരുന്നു.
അവൾ ആ സിറ്റിയിൽ മുഴുവൻ തിരഞ്ഞു. അശ്വിൻ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഗാർഡുകളും തിരഞ്ഞു. പക്ഷേ എന്നിട്ടും അശ്വിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് തന്നെ അവനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഭീഷണിസ്വരത്തിൽ ഒരു ഫോൺ കോൾ വരേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് പോലും ഇത്ര നേരമായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് ശരിക്കും സിദ്ധാർത്ഥിനെ ആശയക്കുഴപ്പത്തിലാക്കി. അശ്വിനെ അന്വേഷിക്കുന്നത് വളരെയധികം സീക്രറ്റ് ആയിരിക്കണമെന്ന് സിദ്ധാർത്ഥ് അവന്റെ ഗാർഡ്സിനെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ എത്ര കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് പോലും അശ്വിനെക്കുറിച്ച് ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. ഇതേ സമയത്തിന് ലാവണ്യയുടെ ആൾക്കാർ സിദ്ധാർത്ഥിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ കാര്യം ലാവണ്യയെ അറിയിച്ചു. പരിഭ്രാന്തിയോടുകൂടി തന്നെ ലാവണ്യ കുഞ്ഞിനെ മുറിയിലിട്ട് പൂട്ടി. ലാവണ്യയുടെ ഈ ഒരു പ്രവൃത്തി കാരണം അശ്വിന് ലാവണ്യയോടുള്ള വെറുപ്പ് ഇരട്ടിച്ചിരുന്നു. കുഞ്ഞിനെ കാണാതായതിന്റെ പേരിൽ സിദ്ധാർത്ഥ ലാവണ്യയെ സംശയിക്കാനിടയുണ്ട്. അതിന്റെ പേരിൽ എന്തായാലും ഒരു ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെയൊക്കെ ലാവണ്യ ചിന്തിച്ച് തീരുന്നതിന് മുൻപേ തന്നെ സിദ്ധാർത്ഥ ലാവണ്യക്കരികിലെത്തിയിരുന്നു. ലാവണ്യ, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണ് നിനക്കറിയാലോ? അശ്വിൻ എവിടെയെന്ന് അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അശ്വിൻ അവളുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ പോലും ലാവണ്യ ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല. ആ കാര്യം സിദ്ധാർത്ഥിനും വ്യക്തമായിട്ടറിയാം. അല്ല, ആ ചെറുക്കിന് എവിടെയാണെന്ന് എനിക്കറിയാമെന്നിങ്ങനെ ഭയം തോന്നാത്ത രീതിയിൽ ലാവണ്യ തിരിച്ചു ചോദിച്ചു. ഉറപ്പില്ല ലാവണ്യ, നിനക്ക് ശരിക്കും അവനെക്കുറിച്ച് അറിയില്ലല്ലോ എന്നിങ്ങനെ സിദ്ധാർത്ഥ ചോദിക്കുന്ന സമയത്തിന്റെ അവന്റെ സ്വരത്തിൽ ഭീഷണി നിറഞ്ഞിരുന്നു. ലാവണ്യ പറഞ്ഞത്, എനിക്ക് ഈ കാര്യത്തിൽ ഏതായാലും കള്ളം പറയേണ്ട കാര്യമില്ല സിദ്ധു. പ്രത്യേകിച്ച് നിനക്ക് ആ കുട്ടിയെ ഒരുപാടധികം ഇഷ്ടമാണെന്ന കാര്യം എനിക്കറിയാം. നിന്നെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. നിനക്കെന്നെ അത്രമാത്രം വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ലാവണ്യ സിദ്ധാർത്ഥിന്റെ മുന്നിൽ വല്ലാതങ്ങ് അഭിനയിച്ചു. സിദ്ധാർത്ഥ് അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവൾക്കെതിരെ യാതൊരുവിധ തെളിവുമില്ലാത്തത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ലാവണ്യ തന്നെയാണ് അശ്വിന്റെ മിസ്സിങ്ങിന് പിന്നിലെന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിനൊന്നും തന്നെ ചെയ്യാനായില്ല. ആ അവസ്ഥ സിദ്ധാർത്ഥിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. മുഷ്ടി ചുരുട്ടി ദേഷ്യത്തിൽ സിദ്ധാർത്ഥ് ആ ഒരു ചുമരിനങ്ങ് ഇടിച്ചു. അത് കണ്ട് ലാവണ്യ മനസ്സിൽ ചിരിച്ചു. ഒന്നും അറിയാത്തതുപോലെ അവൻ ഇനി സമാധാനിപ്പിക്കാം, എന്നിട്ട് കൂടെ നിൽക്കുന്നത് പോലെ സ്നേഹിക്കാം. സിദ്ധാർത്ഥിനൊരു പക്ഷേ തന്നോട് സ്നേഹം തോന്നിയാലോ? അതോടുകൂടെ അവന്റെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കാമെന്നൊക്കെ ചിന്തിക്കാണ് ലാവണ്യ. സിദ്ധാർത്ഥിനെ വാക്കുകൾ കൊണ്ട് കയ്യിലെടുക്കാൻ അവൾ നോക്കി. എന്നാൽ അവളുടെ സംസാരം ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. അവൻ അവളോട് അങ്ങേയറ്റം വെറുപ്പ് തോന്നി. വലിയൊരു പ്രശ്നത്തിനൊടുവിൽ സ്വന്തം കാര്യം മാത്രം നേടാൻ നോക്കുന്ന നീചയായിട്ടുള്ളൊരു സ്ത്രീ. അവൻ ലാവണ്യയെ നോക്കിയിട്ട് വളരെയധികം അമർഷത്തോടു കൂടി മനസ്സിൽ കരുതി. എന്നാൽ ഇതൊന്നും അറിയാതെ ലാവണ്യ സിദ്ധാർത്ഥിനെ ഇങ്ങനെ സാന്ത്വനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൾ അവൻക്ക് വാഗ്ദാനം നൽകിക്കൊണ്ടേയിരുന്നു. കല്യാണം കഴിഞ്ഞാലുള്ള അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴുള്ള വിഷമങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥ മറക്കും, പ്രത്യേകിച്ച് അശ്വിനെ പോലും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അവൾക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ലാവണ്യക്ക് ഒരിക്കലും സിദ്ധാർത്ഥിന്റെ മനസ്സ് എന്താണെന്ന് അറിയില്ല. അവൻക്ക് എങ്ങനെ അശ്വിനെ മറക്കാൻ കഴിയും? കാരണം അവൻ ശരിക്കും സിദ്ധാർത്ഥിന്റെ മകനാണ്. ലാവണ്യ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അശ്വിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് താനാണെന്ന കാര്യം നീലിമ അറിയണം. കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾ എന്തായാലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കില്ല. അതിനുശേഷം ലാവണ്യക്ക് സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ സാധിക്കും. അവളുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളിൽ സിദ്ധാർത്ഥിന്റെ വികാരങ്ങളൊന്നും അവൾ മുഖവരക്കെടുത്തില്ല. അവളുടെ മനസ്സിൽ എന്തോ വൃത്തികെട്ട ചിന്തകളൊക്കെ ഓടുന്നുണ്ടെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഇനിയും അവിടെ നിൽക്കാനൊന്നും സിദ്ധാർത്ഥിന് താല്പര്യം തോന്നിയില്ല. നീ ഒന്ന് നിർത്തുന്നുണ്ടോ ലാവണ്യ? നീ ഇങ്ങനെ പറഞ്ഞത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്നോ? എന്നാ പിന്നെ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോ. സ്വപ്നത്തിൽ പോലും നീ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണ്ട. അത്രയും പറഞ്ഞു കൊടുത്തിനെ അവളെ തീർത്തും അവഗണിച്ചു കൊടുത്തിനെ സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതേ സമയത്തിന് ഗീതാമ്മയുടെ ഗാർഡ്സ് എല്ലാം തന്നെ നീലിമയെ അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ അവൾ ആ വീട് വിട്ടു പോയിരിക്കുന്നു എന്ന കാര്യമൊന്നും അവർക്കറിയില്ല. അവർ ആ തിരച്ചിൽ വ്യാപകമാക്കി. കാരണം ഗീതാമ്മ ഈ കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെയൊന്നും ജീവനോടെ ഗീതാമ്മ വിട്ടേക്കില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ തന്റെ ഓഫീസിൽ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. തന്റെ ആളുകൾ അപ്പോഴും അശ്വിനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അവൻ അറിയാം. ലാവണ്യയെ പ്രത്യേകം നിരീക്ഷിക്കാനും അവൻ പ്രത്യേകം ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബോസ്, ഇതുവരെ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നേരം നിങ്ങൾ അന്വേഷിക്കുന്നിങ്ങനെ സിദ്ധാർത്ഥ് പറയുന്ന സമയത്തിന് ഗാർഡ്സ് പറയുന്നുണ്ട്, ബോസ് പോലീസും അന്വേഷിക്കുന്നുണ്ട്, എന്നിട്ടും ഇതുവരെ ആ കുഞ്ഞിനെ പറ്റിയൊരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയും. സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അന്വേഷിക്കണ്ടെന്നാണോ? നിങ്ങൾ ഏതായാലും ഞാൻ പറഞ്ഞ ജോലി ചെയ്യാൻ നോക്ക്. ശരിക്കും ആ സമയത്ത് സിദ്ധാർത്ഥിന് അശ്വിനെ ആലോചിച്ചുകൊണ്ടതിന്റെ പേടി തോന്നുന്നുണ്ടായിരുന്നു. അവനൊരു കൊച്ചു കുഞ്ഞല്ലേ? സിദ്ധാർത്ഥിന്റെ മനസ്സിലേക്ക് അവന്റെ കൊച്ചുമുഖം തെളിഞ്ഞു വന്നു. അവന്റെ കൊഞ്ചിയുള്ള ഡാഡി എന്ന വിളിയും അവന്റെ കുസൃതികളും അവന്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും. സിദ്ധാർത്ഥിന്റെ വിലപിടിപ്പുള്ള സ്വത്തുക്കളിൽ ഒന്നായിരുന്നു അശ്വിനും. അശ്വിൻ, നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടതിനെ ആ ഓഫീസിലിരിക്കുന്ന ചെയറിലേക്ക് സിദ്ധാർത്ഥ് ഒന്ന് ചാഞ്ഞിരുന്നു. ഇത് കണ്ടുകൊണ്ടതിനെ മനീഷിനും വല്ലാത്ത സങ്കടം തോന്നി. സിദ്ധാർത്ഥ് എത്രമാത്രം ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. സിദ്ധാർത്ഥിനെ അത് വല്ലാതെ തളർത്തുന്നുണ്ട്. സിദ്ധാർത്ഥിനെ സമാധാനിപ്പിക്കാൻ ഓരോന്നും പറയണമെന്ന് മനീഷിന് തോന്നി. പക്ഷേ സിദ്ധാർത്ഥ് അഭിമാനിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാവാനൊന്നും സിദ്ധാർത്ഥിന് കഴിയില്ല. ധൈര്യം പകരാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ വിപരീത ഫലം ഉണ്ടാക്കിയേക്കാം.
മനീഷ് ഏറെ കാലമായിട്ട് അവിടെയുള്ളതാണല്ലോ, അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ സ്വഭാവം ഏകദേശമൊക്കെ മനീഷിനറിയാം. അതുമാത്രമല്ല, സിദ്ധാർത്ഥിന്റെ ഈ വേദനയെ ശമിപ്പിക്കാൻ ഒരു വാക്കിനും കഴിയില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കിയതിനു ശേഷം മനീഷ് ഒന്നും മിണ്ടാതെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴായിരുന്നു ഹേമന്ത് ക്യാബിൻ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത്. ഹേമന്തിനെ കാണുന്ന സമയത്തിന് മനീഷ് ഒന്ന് ദുർബലമായി ചിരിച്ചു. ഹേമന്ത് വന്ന് ചോദിക്കുന്നത്, മനീഷ്, സിദ്ധാർത്ഥിന്റെ അവസ്ഥ എന്താ? അശ്വിനെ പറ്റി വല്ല വിവരവുമുണ്ടോ എന്ന് ചോദിക്കും. മനീഷ് പറഞ്ഞിട്ട്, അച്ഛനെ കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല സർ, ബോസ് ഇപ്പം അതിന്റെ ടെൻഷനിലാണ്. അന്നേരം ഹേമന്തിന് വല്ലാതാവുന്നത്, ഞാൻ ഏതായാലും സിദ്ധാർത്ഥിനെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കിക്കൊണ്ടതിന് ഹേമന്ത് അകത്തേക്ക് പോയി. സിദ്ധാർത്ഥിന്റെ ക്യാബിൻ തുറന്നതോടുകൂടത്തിന് ഒരു നിമിഷത്തേക്ക് ഹേമന്ത് നിശബ്ദനായി. പുകയുടെ രൂക്ഷഗന്ധം ഹേമന്തിന്റെ മൂക്കിലേക്ക് തുറഞ്ഞു കയറി. ഇതേ സമയത്തിന് നീലിമയും അശ്വിനായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ്. എങ്കിലും അവൾ വീട്ടിൽ നിന്നും അധിക ദൂരേക്കൊന്നും വന്നിരുന്നില്ല. മകനെ കുറിച്ചിട്ടുള്ള ഒരമ്മയുടെ മുഴുവൻ ആദ്യം അവളിലുണ്ടായിരുന്നു. അവൾ തിടുക്കത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും തിടുക്കത്തിൽ വന്ന വണ്ടിയുടെ ശബ്ദമൊന്നും നീലിമ കേട്ടില്ല. കാർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കാർ നീലിമയെ ഇടിച്ചിട്ടിരുന്നു. അവൾ കാറിന്റെ ബോണറ്റിലേക്ക് നേരെ മുഖം അടിച്ചു വീണു. അതിനുശേഷം ഉരുണ്ടങ്ങനെ നിലത്തേക്ക് വീണു. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നീലിമയ്ക്ക് ഒരു നിമിഷം എടുക്കേണ്ടി വന്നു. അതിനുശേഷം അവൾ പയ്യെ തന്റെ കൈകൾ വയറിലേക്ക് അമർത്തി. അയ്യോ, എന്റെ കുഞ്ഞ്, സോറി വാവേ, അവൾ പിറുപിറുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴേക്കും ചുറ്റുമുള്ളവരെല്ലാം തന്നെ ഓടിക്കൂടി. അശ്വിൻ മോനെ, എന്നാലും എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവളുടെ ശരീരത്തിലൂടെ രക്തം അങ്ങനെ ഒഴുകിപ്പോയി. അവളുടെ കൈകളും കാലുകളും പെട്ടെന്ന് തന്നെ മരവിച്ചു. അവളുടെ കണ്ണുകൾ നേരെ ഇരുട്ടിലേക്ക് മറഞ്ഞു. അങ്ങനെ ആ ഒരു ആക്സിഡന്റിൽ ചോര വാർന്നൊഴുകി നടു റോട്ടിൽ കിടക്കുന്ന നീലിമയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ.